കോട്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സെക്ഷൻ ഓഫീസർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് പാലമൂടിൽ ആദ്യത്തെ ചപ്പാത്തിലാണ് വനപാലകർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മണിയോടെയാണ് സംഭവം. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റജിയുടെ ബൈക്കാണ് കാട്ടാന തകർത്തത്. റേഞ്ച് ഓഫീസിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് സംഭവം. റേഞ്ച് ഓഫീസിൽ നിന്നും വാലിപ്പാറയിലേക്ക് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർ ഔദ്യോഗിക വാഹനത്തിൽ പോവുകയായിരുന്നു. പിന്നാലെ ആദിവാസി ഊരിലെ ചെറുപ്പക്കാരും സെക്ഷൻ ഓഫീസർ റജിയും 4 ബൈക്കുകളിലായി പോവുകയായിരുന്നു ഇവർ. ഇതിനിടെ പാലമൂട് എത്തിയപ്പോൾ 3 ബൈക്കുകൾ കടന്നു പോവുകയും സ്ഥലത്ത് തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ ഒരാന റജിയുടെ ബൈക്കിന് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് മുന്നോട്ടോടിച്ചു പോകുവാൻ ശ്രമിച്ചെങ്കിലും കാട്ടാന റജിയുടെ സമീപത്തേക്ക് ഓടിയെത്തി. ഇതിനിടെ റജി ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയതിനാൽ ആനയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. മുൻപ് കാട്ടാന വിറക് ശേഖരണത്തിന് വന്ന വൃദ്ധനെ ഈ സ്ഥലത്ത് വെച്ചാണ് ചവിട്ടി കൊലപ്പെടുത്തിയത്. കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട റജിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ കഥയാണ് പറയാനുള്ളതും. ഉദ്ദേശം ഒരു 4 മണിക്ക് ശേഷം ഡെപ്യൂട്ടി വാർഡനും ABP ഡെപ്യൂട്ടി വാർഡനും ഡെപ്യൂട്ടി ROയും അതോടൊപ്പം ആ സ്റ്റാഫ് ഇവിടെ വന്ന് അവർ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ തന്നെ നമ്മളെ ഫോറസ്റ്റ് ജീപ്പിൽ തന്നെ പോവുകയും തുടർന്ന് അതായാലും ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ബൈക്കിൽ ഫീൽഡിൽ പോകാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അവരൊരു 2-3 മിനിറ്റിന് മുമ്പേ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് വേറെ ഒരു 3-4 ബൈക്ക് കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ സെറ്റിൽമെൻറ്റിലെ താമസക്കാരും കൂടെയാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അന്നേരമാണ് ഈ പാലമൂട് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ വരും. അവിടെയാണ് ഈ ആന ഏകദേശം ഒരു 4 എണ്ണത്തോളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് റോഡിൽ ഇറങ്ങി വരും. അങ്ങനെ ഞങ്ങൾ ബൈക്ക് അവർ 3 ബൈക്ക് കടന്നു പോയി. അപ്പോൾ അന്നേരമാണ് അടുത്ത് എൻ്റെ ബൈക്കിൻ്റെ അടുത്താണ് ഇത് ഓടിക്കൊണ്ട് വന്നത്. ഉടൻ തന്നെ ഞാൻ ബൈക്ക് പെട്ടെന്ന് ഷഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി. അപ്പോൾ എൻ്റെ കൂടെ ആന ഓടിയായിരുന്നു. എന്നെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഓടിയത്. അപ്പം ഞാൻ നല്ലപോലെ ഓടി. ആന കിട്ടാത്തതിൻ്റെ പേരിൽ തിരിച്ചാന എൻ്റെ ബൈക്ക് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മുമ്പേ പോയ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആനയുടെ വിളി ഭയങ്കരമായിട്ട് വിളിച്ചായിരുന്നു കിടന്ന്. അപ്പോൾ അവർക്ക് തോന്നി എന്തോ സംഭവിച്ചെന്ന് തോന്നി തിരിച്ചു വന്ന്. അപ്പോഴാണ് എൻ്റെ ബൈക്ക് ഇങ്ങനെ ആയിട്ട് കണ്ടത്. അപ്പോൾ അവർ പിന്നെ മുമ്പേ പോയ ROയെ വിളിക്കാൻ വേണ്ടി പോയി. അവരെ അറിയിച്ച് ROയുടെ കൂട്ടുകാരനെ അവരെല്ലാവരും കൂടെ വന്ന് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞങ്ങൾ മിക്കവാറും ഒക്കെ ഇവിടെ ഇറങ്ങി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ല. എങ്കിൽ പോലും ചിലർ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ചില ആൾക്കാർ പെട്ടെന്ന് ബൈക്കിലങ്ങ് പോകും. അവരാണ് അപകടത്തിൽ ചെന്ന് പറ്റുന്നത്. മറ്റുള്ള കാരണം വെള്ളത്തിൻ്റെ അഭാവമാണ് കൂടുതലും. കാരണം ഈ സീസണിൽ ഈ ഫയർ സീസണോട് വരുമ്പോൾ വനത്തിൽ പൊക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം അരുവികളെല്ലാം പറ്റുന്നുണ്ട്. അതുപോലെയുള്ള അതിൻ്റെ സാന്നിധ്യം കുറവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് മിക്കവാറുള്ള വന്യജീവികളെല്ലാം ഈ താഴ്ന്ന പ്രദേശത്ത് വരും. അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് ശേഷം അങ്ങോട്ട് വലിയ ഡേഞ്ചറായ ഇതാണ്.